1400 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ ഇന്നത്തെ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1400 വർഷങ്ങൾക്ക് മുൻപ് ശാസ്ത്രമോ സാങ്കേതികവിദ്യയോ ഇല്ലാതിരുന്ന മണലാരണ്യത്തിൽ ജീവിച്ചിരുന്ന എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യന് എങ്ങനെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഇത്ര കൃത്യമായി പറയാൻ കഴിഞ്ഞു? പ്രപഞ്ചത്തിന്റെ ഉത്ഭവം, ദ ബിഗ് ബാങ് തിയറി. ആധുനിക ശാസ്ത്രപ്രകാരം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം മുഴുവൻ ഒരൊറ്റ ബിന്ദുവായി ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, സിംഗ്യുലാരിറ്റി. പിന്നീട് ഉണ്ടായ ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് ബിഗ് ബാങ്. ഇത് വേർപെട്ട് ഇന്നത്തെ പ്രപഞ്ചമുണ്ടായത്. ഖുർആൻ പറയുന്നത് ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും പിന്നീട് നാം അവയെ വേർപെടുത്തുകയാണുണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടി. വികസിക്കുന്ന പ്രപഞ്ചം, എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ്. 1929-ൽ എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞനാണ് പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, യൂണിവേഴ്സ് ഇസ് എക്സ്പാൻഡിംഗ്, ശാസ്ത്രലോകത്തിന് കാണിച്ചുതന്നത്. ഖുർആൻ പറയുന്നത് ആകാശത്തെ നാം നമ്മുടെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമാകുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും ഭ്രമണം, ഓർബിറ്റ്സ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. പണ്ട് കാലത്ത് ഭൂമി അനങ്ങാതെ നിൽക്കുകയാണെന്നും സൂര്യൻ അതിനു ചുറ്റും കറങ്ങുകയാണെന്നുമാണ് മനുഷ്യർ കരുതിയിരുന്നത്. പിന്നീട് സൂര്യൻ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണെന്നും അതിന് സ്വന്തമായി ചലനമില്ലെന്നും കരുതി. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിനറിയാം, സൂര്യൻ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതോടൊപ്പം മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തിനു ചുറ്റും സഞ്ചരിക്കുന്നുണ്ടെന്ന്. ഖുർആൻ പറയുന്നത് അവനാകുന്നു രാത്രി, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചവൻ. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പുകച്ചുരുളിൽ നിന്നുള്ള തുടക്കം, ദ ഗാസിയസ് സ്റ്റേറ്റ് ഓഫ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിന്റെ തുടക്കകാലത്ത് നക്ഷത്രങ്ങളും ഗാലക്സികളും രൂപപ്പെടുന്നതിനു മുൻപ് അത് ഒരു വലിയ വാതകപടലം അല്ലെങ്കിൽ പുകച്ചുരുൾ, നെബ്യുല, ഗ്യാസ് ക്ലൗഡ് ആയിരുന്നുവെന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. ഖുർആൻ പറയുന്നത് അതിനു പുറമെ അവൻ ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു, അത് ഒരു പുകപടലമായിരുന്നു. സംരക്ഷണം നൽകുന്ന ആകാശം, ദ പ്രൊട്ടക്റ്റീവ് ആറ്റ്മോസ്ഫിയർ. ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം, ആറ്റ്മോസ്ഫിയർ. സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ബഹിരാകാശത്തുനിന്ന് വരുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയിലെ ജീവനെ കാത്തുസൂക്ഷിക്കുന്ന ഒരു കവചമായി പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രം പറയുന്നു. ഖുർആൻ പറയുന്നത് ആകാശത്തെ നാം സുരക്ഷിതമായ ഒരു മേൽക്കൂരയാക്കിയിരിക്കുന്നു, അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളെ തിരിഞ്ഞുനോക്കാതെ അവഗണിച്ചുകളയുന്നവരാകുന്നു. കടലുകളിലെ വേർതിരിവ്, ഇന്റേണൽ വേവ്സ് ആൻഡ് ബാരിയേഴ്സ്. രണ്ട് വ്യത്യസ്ത കടലുകൾ, ഉദാഹരണത്തിന് അറ്റ്ലാന്റിക് സമുദ്രവും മെഡിറ്ററേനിയൻ കടലും ഒന്നിച്ചുചേരുന്നിടത്ത് അവയുടെ താപനില, ലവണാംശം, സാന്ദ്രത എന്നിവയിലെ വ്യത്യാസം കാരണം അവ പെട്ടെന്ന് കലരാതെ ഒരു മതിൽ പോലെ വേർതിരിഞ്ഞു നിൽക്കുന്ന പ്രതിഭാസമുണ്ട്. അതുപോലെ ആഴക്കടലുകളിൽ മുകളിൽ കാണുന്ന അലകൾക്ക് പുറമെ അടിത്തട്ടിലും ശക്തമായ ആന്തരിക തരംഗങ്ങൾ, ഇന്റേണൽ വേവ്സ്, ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഖുർആൻ പറയുന്നത് രണ്ട് കടലുകളെ അവൻ പരസ്പരം കണ്ടുമുട്ടത്തക്കവണ്ണം ഒഴുക്കിവിട്ടിരിക്കുന്നു, അവ രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട്, അതിനെ അവ ലംഘിക്കുകയില്ല. ആഴക്കടലിനെക്കുറിച്ച് മറ്റൊരു വചനം, അല്ലെങ്കിൽ ആഴമേറിയ ഒരു കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ അവസ്ഥ, അതിനെ ഒരു തരംഗം മൂടുന്നു, അതിനുമീതെ മറ്റൊരു തരംഗം, അതിനുമീതെ മേഘം, അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. പർവ്വതങ്ങളുടെ ഘടനയും ധർമ്മവും, മൗണ്ടൻസ് ആസ് പെഗ്സ്. ഭൂമിശാസ്ത്രപ്രകാരം, ജിയോളജി, പർവ്വതങ്ങൾക്ക് ഭൂമിക്ക് മുകളിൽ കാണുന്നതിനേക്കാൾ വലിയൊരു ഭാഗം വേരുകൾ പോലെ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഭൂമിയുടെ പുറംതോടിനെ, എർത്ത് എസ് ക്രസ്റ്റ്, ഒരു പരിധിവരെ ഇളകാതെ പിടിച്ചു നിർത്താൻ ഈ പർവ്വതങ്ങൾ സഹായിക്കുന്നുവെന്നാണ് ഐസോസ്റ്റസി എന്ന ശാസ്ത്രശാഖ പറയുന്നത്. ഖുർആൻ പറയുന്നത് ഭൂമിയെ നാം ഒരു തൊട്ടിലാക്കിയില്ലേ, പർവ്വതങ്ങളെ മുളകളാക്കുകയും ആണികൾ ചെയ്തില്ലേ. ഭൂമി മനുഷ്യരെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ നാം ഉറച്ചുനിൽക്കുന്ന പർവ്വതങ്ങളുണ്ടാക്കി. മനുഷ്യഭ്രൂണത്തിന്റെ വളർച്ച, എംബ്രിയോളജി. ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളരുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഇന്ന് സ്കാനിംഗ് സാങ്കേതികവിദ്യയിലൂടെ നമുക്ക് കൃത്യമായി അറിയാം. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുൻപ് മൈക്രോസ്കോപ്പ് പോലും ഇല്ലാതിരുന്ന കാലത്ത് ഖുർആൻ ഈ ഘട്ടങ്ങളെ വളരെ കൃത്യതയോടെയാണ് വിവരിച്ചിരിക്കുന്നത്. ഘട്ടം 1, ബീജസങ്കലനം, നട്ഫ, പുരുഷന്റെയും സ്ത്രീയുടെയും ദ്രാവകങ്ങൾ ഒന്നിച്ചുചേരുന്നതിനെക്കുറിച്ച്. ഘട്ടം 2, അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥ, അലാക്ക, ഭ്രൂണം ഗർഭപാത്രത്തിന്റെ ചുവരുകളിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഘട്ടമാണിത്. അലക് എന്ന അറബി പദത്തിന് അട്ട, ലീച്ച് എന്നും തൂങ്ങിക്കിടക്കുന്നത് എന്നുമാണ് അർത്ഥം. ശാസ്ത്രീയമായി നോക്കിയാൽ ഈ ഘട്ടത്തിൽ ഭ്രൂണത്തിന്റെ രൂപം ഒരു അട്ടയ്ക്ക് സമാനമാണ്. ഘട്ടം 3, ചവച്ചരച്ച മാംസകഷ്ണം, മുദ്ഘ, പല്ലുകൊണ്ട് ചവച്ചരച്ച പരുവത്തിലുള്ള മാംസപിണ്ഡം പോലെയുള്ള ഘട്ടം. ഘട്ടം 4, അസ്ഥികളും മാംസവും.
ആദ്യം അസ്ഥികൾ രൂപപ്പെടുകയും പിന്നീട് അതിനെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്യുന്നു. ഖുർആൻ പറയുന്നത്, തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് ഒരു ഭദ്രമായ സങ്കേതത്തിൽ, ഗർഭപാത്രത്തിൽ അവനെ നാം ഒരു ബീജഗണമാക്കി. പിന്നീട് ആ ബീജഗണത്തെ നാം ഒരു ഭ്രൂണമായി, അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്നത്, രൂപപ്പെടുത്തി. തുടർന്ന് ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി മാറ്റുകയും ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി വളർത്തുകയും ചെയ്തു. പിന്നീട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് അതിനെ നാം മറ്റൊരു സൃഷ്ടിയായി വളർത്തിയെടുത്തു. ഒരുപാട് അത്ഭുതങ്ങളിൽ ചിലതു മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് വരും ഭാഗങ്ങളിൽ കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയൊരു അറിവെങ്കിലും ലഭിച്ചുവെന്ന് കരുതുന്നു. എങ്കിൽ അത് തന്നെയാണ് ഈ ശ്രമത്തിന്റെ വിജയം. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളും ഈ നല്ല കാര്യത്തിൽ ഒരു പങ്കാളിയാകൂ. നന്ദി.